ഉറക്കം വരാത്ത രാത്രികള് ജീവിതത്തില് ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തവരായി ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. മൊത്തം ജനസംഖ്യയുടെ ഒരു 1/3 ആളുകൾക്കെങ്കിലും ഒരിക്കലെങ്കിലും ഉറക്കക്കുറവ് ഒരു പ്രശ്നമായിട്ടെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഒരു കുഞ്ഞ് ജനിച്ചാല് ആദ്യത്തെ ഒരു മാസത്തിൽ 18 മണിക്കൂറെങ്കിലും വെച്ച് ഉറങ്ങുന്നുണ്ട്. നമ്മൾ പ്രായം കൂടും തോറും നമ്മുടെ ഉറക്കത്തിന്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വരും. അതായത് ഒരു 80 വയസ്സാകുമ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും സമാധാനത്തോടെ ഉറങ്ങിയാൽ അത് വലിയൊരു കാര്യം ആണ് എന്ന് വിചാരിക്കേണ്ടി വരും. പലരും വന്ന് പറയാറുണ്ട്, ഒരു പോളെ കണ്ണടച്ചിട്ട് എത്ര നാളായി ഡോക്ടർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതായത് പകല് ക്ഷീണം, തളർച്ച, ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ, ഉറങ്ങിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ പല പ്രധാനമന്ത്രിമാരും 1-2 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാറില്ല എന്ന്. അതായത് 2 മണിക്കൂർ മാത്രം ഉറങ്ങിയാലും ഡേ ടൈം മുഴുവൻ, പകല് മുഴുവൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് ജോലി ചെയ്യാനായിട്ടും കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടും ഒക്കെ സാധിക്കും. ഉറക്കം എന്ന് പറയുന്ന ബോഡിയുടെ ഒരു റെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴാണോ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണ്ടത് ആ സമയത്താണ് നമുക്ക് ഉറക്കക്ഷീണം അനുഭവിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഉറങ്ങുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ദിവസങ്ങൾ നമുക്ക് നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പൊ ചില ദിവസങ്ങൾ ഒരു കാരണവും ഇല്ലാതെ തന്നെ നമുക്ക് ഡള്ളാണ്, അത് നമുക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ആകെ ഒരു ഡൾ ഫീലിംഗ് ആണ്, ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ രാത്രിയിലുള്ള ഒരു ഗുഡ് സ്ലീപ്പ് അല്ലെങ്കിൽ നല്ല സ്ലീപ്പ് കിട്ടാത്തതിന്റെ ഒരു ലക്ഷണങ്ങളാണ്. ബ്രോക്കൺ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഈ അടുത്തിടെ ഈ സ്ലീപ്പും ഹാർട്ട് ഡിസീസും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒരു പുതിയ പഠനം പുറത്തു വന്നിട്ടുണ്ട്. അതായത് രാത്രിയിൽ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ ഹൃദ്രോഗം വരാനുള്ള ചാൻസ് ഏകദേശം 40 മുതൽ 50% വരെ കുറവാണെന്ന്. അപ്പൊ ഇത്രയും ഒരു ഇഫക്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ അടുത്തിടെയാണ് മനസ്സിലായത്. അപ്പോൾ നല്ലൊരു സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു ഗുഡ് സ്ലീപ്പ് ഈസ് ഗുഡ് ഫോർ ഗുഡ് ഹാർട്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ പലതരത്തിലുള്ള ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ചിലർ ഡീപ്പ് സ്ലീപ്പേഴ്സ് ആണ്. അതായത് അവർക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെടിവെച്ചാൽ പോലും അവർ അറിയത്തില്ല. വളരെ വളരെ ലൈറ്റ് സ്ലീപ്പേഴ്സ് ആണ്. അവർക്ക് ഒരു ചെറിയ ഇല അനങ്ങിയാൽ പോലും അവർ ചാടി എഴുന്നേക്കും. പിന്നെ ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഇൻസോംനിയ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓൺസെറ്റ് ഇൻസോംനിയ, അതായത് അവർക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങാനാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ചിലർക്ക് മിഡിൽ ഇൻസോംനിയ എന്ന് പറയും, അതായത് ഉറങ്ങുന്നതിന് പ്രോബ്ലം ഇല്ല, പക്ഷെ രാത്രിയിൽ പല സമയത്ത് എഴുന്നേക്കേണ്ടി വരും. ലേറ്റ് ഇൻസോംനിയ അല്ലെങ്കിൽ ടെർമിനൽ ഇൻസോംനിയ എന്ന് പറയും, അതായത് ഇവർക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ രാവിലെ 3:30 മുതൽ എഴുന്നേറ്റിരിക്കും. പിന്നെ എന്ത് ചെയ്താലും കണ്ണടച്ച രാവിലെ 6 മണി വരെ വെറുതെ കട്ടിലേക്ക് കിടക്കുക എന്ന് പറയുന്ന പല പേഷ്യൻസ് ഉണ്ട്. ഉറക്കക്കുറവ് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട 12 കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഫ്റ്റർനൂൺ നാപ്പ് കൂടി പോകുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ അടുത്തിടെ ഒരു സിനിമ കണ്ടായിരുന്നു, നൻപകൽ നേരത്ത് മയക്കം. അതായത് ആഫ്റ്റർനൂൺ നാപ്പ് എന്ന് പറയുന്നത്, അത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഉറക്കം എന്ന് പറയുന്നത്, ഒരു 15 മിനിറ്റ് വരെ ഉറങ്ങുന്നതിനാണ് നാപ്പ് എന്ന് പറയുന്നത്. അതേസമയത്ത് പല ആൾക്കാരും ഉച്ചകഴിഞ്ഞ് 2-3 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് രാത്രിയുള്ള ഉറക്കത്തെ അത് കാര്യമായിട്ട് ബാധിക്കും. നൻപകൽ നേരത്ത് മയക്കം നല്ലതാണ്, പക്ഷേ നൻപകൽ നേരത്ത് ഉറക്കം നല്ലതല്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഈ പ്രായമാകുന്നതിൽ വരുന്ന ഒരു പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നമാണ്. രാത്രിയിൽ 1 മണിക്കൂർ കൂടുമ്പോൾ അവർക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേക്കണം, ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വന്ന് കിടക്കും, പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പോകേണ്ടി വരും. അപ്പോൾ ഈ ഉറക്കത്തിന് ഭയങ്കര ഡിസ്റപ്ഷൻ, ബ്രേക്ക് വരും. പിന്നെ രാത്രിയിൽ ഉറക്കത്തിന്റെ പ്രശ്നമുള്ളവർ വൈകിട്ട് ഒരു 4 മണി കഴിഞ്ഞാൽ പിന്നെ കോഫി കൈകൊണ്ട് പോലും തൊട്ടരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം കഫീൻ എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിമുലന്റ് ആണ്. നമ്മുടെ പണ്ട് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ പരീക്ഷാ സമയങ്ങളിൽ കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഇരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ കഫീൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഷിഫ്റ്റ് വർക്കേഴ്സ്. ഇപ്പൊ ഇപ്പോഴത്തെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് 8 മണിക്കൂറുള്ള 3 ഷിഫ്റ്റ്, ആഴ്ചയിൽ 2 ദിവസം ഒരു ഷിഫ്റ്റ്, പിന്നത്തെ 2 ദിവസം നൈറ്റ് ഷിഫ്റ്റ്, പിന്നെ ഒരു ദിവസം നൂൺ ഷിഫ്റ്റ്, ഇങ്ങനെ പല ഷിഫ്റ്റ് വരുമ്പോഴത്തേക്കും ഇവരുടെ ആ സ്ലീപ്പ് സൈക്കിൾ, നോർമൽ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലോക്ക് യൂഷ്വലി അത് തെറ്റിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്നും ഒരു സ്ലീപ്പ് ട്രബിൾസ് എപ്പോഴും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻസോ അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളവർ ഒരു കാരണവശാലും ഷിഫ്റ്റ് വർക്കിംഗ് എടുക്കാതിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എന്തെങ്കിലുമുള്ള വേദനകൾ, മുട്ടിനുള്ള ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലെയുള്ള വേദനകൾ, സർജറി കഴിഞ്ഞിട്ടുള്ള പെയിൻസ്, ബാക്ക് പെയിൻസ്, ഡിസ്കിന്റെ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഉറക്കത്തെ കാര്യമായിട്ട് അത് ഡിസ്റപ്റ്റ് ചെയ്യും. മനസ്സിന്റെ ടെൻഷനാണ് ഉറക്കം വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ടെൻഷൻ വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. വളരെയധികം ഓവർ ഹെവി ആയിട്ടുള്ള ഒരു ഡിന്നർ കഴിച്ചിട്ട് കിടന്നാൽ പല സമയത്തും റിഫ്ലക്സ് ഇസോഫേജൈറ്റിസ്, നെഞ്ചരിച്ചിൽ വരാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇതും ഒരു കൂടുതൽ ഉറക്കത്തെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള, ഉറക്കം കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചില മെഡിസിൻസ് ഉണ്ട്, ആസ്മയ്ക്ക് കഴിക്കുന്ന മെഡിസിൻസ്, BP കഴിക്കുന്ന ചില മെഡിസിൻസ്, അതുപോലെ തന്നെ ചില സ്റ്റിമുലേറ്റിംഗ് ചില കോഫ് സിറപ്സുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചില ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഉറക്കം കുറയ്ക്കുന്ന ചില സംഗതികളാണ്. പിന്നെ ചില രോഗങ്ങളുണ്ട്, പ്രായമാകുമ്പോൾ വരുന്ന അൽഷിമേഴ്സ് ഉള്ള എല്ലാവർക്കും കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പാർക്കിൻസൺസ് ഡിസീസ്, തൈറോടോക്സിക്കോസിസ്, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് കൂടുതലുണ്ടാകുക, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ടിൻ്റെ പമ്പിങ് പവർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് കിടക്കുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടുണ്ടാവും, ലങ്സിന് ഡിസീസ് ഉള്ളവർക്ക് ശ്വാസം മുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ഉറക്കക്കുറവുണ്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ഉറക്കം വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പം ഞാൻ ഈ 10-12 കാരണങ്ങൾ ഇത് പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ, നമുക്ക് ഒരു ഉറക്കക്കുറവ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ കാരണങ്ങൾ എല്ലാം നമ്മളൊരു ചെക്ക് ലിസ്റ്റ് പോലെ നോക്കിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.